എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിപ്പാട് കെ.എസ്. പണിക്കർ. കുറേ നാളുകളായി എന്നിലുണ്ടായിരുന്ന ഒരാശയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഒരു വിഷയമായിട്ട് പരിണമിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരുടെയും മനസ്സിൽ ഈ ആശയം ശരിയാണല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായേക്കും. കോമൺ ആയിട്ട് നാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നാം ഈ കഴിഞ്ഞ അല്ലെങ്കിൽ കുറെ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന, മീഡിയയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന മതസ്പർദ്ധയുടെയും അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള അടിപിടിയുടെയും അന്യോന്യം ചളിവാരിത്തേക്കുന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഈ ആശയം എനിക്കൊരു വീഡിയോ രൂപത്തിലിടണമെന്ന് തോന്നിയത്. പ്രധാനമായിട്ടും 3 മതങ്ങളാണുള്ളത്: ഹിന്ദുമതം, ക്രിസ്തീയ മതം, ഇസ്ലാം മതം. അപ്പൊ എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മതത്തെ വേറൊരു മതത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ വേറൊരു വിഭാഗത്തിലുള്ള ആളുകൾ എപ്പോഴും ആ മതത്തിലുള്ള വിശ്വാസത്തെ, ഈശ്വര സങ്കല്പത്തെ ചളിവാരി എറിയുകയാണ് ചെയ്യുന്നത്. അതായത് അവർ ചിന്തിക്കുന്നത് അതൊരു ഈശ്വരനല്ല എന്ന തലത്തിലാണ് അവർ പറയുന്നതും പ്രവർത്തിക്കുന്നത്. ഇവിടെ നാം മനുഷ്യരുടെ ഇടയിൽ ഉള്ളത് പാപം പുണ്യം എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഓരോ മതത്തിലും ഇന്നത് ചെയ്യണം, ഇന്നത് അരുത് എന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുണ്ട്, ആചാര്യന്മാരുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ മതഗ്രന്ഥങ്ങളും ആചാര്യന്മാരും പല കാര്യങ്ങളും ചെയ്യരുതെന്ന് പറയുമ്പോഴും പലരും ചെയ്യണമെന്ന് പറയുമ്പോഴും അത് ചെയ്തു കഴിഞ്ഞാൽ പാപമാണെന്നും അത് ചെയ്താൽ പുണ്യമാണെന്നും ഈ 3 മതത്തിലുള്ള ഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്നു. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഈ 3 മതത്തിലുള്ള ദൈവിക ശക്തി എന്തോ ആണെങ്കിലും, അതിന്റെ പേര് പലതായിരിക്കാം, പക്ഷെ ആ ദൈവിക ശക്തി, ഈശ്വരീയ ശക്തി, ഒരു മതത്തിലുള്ളവർ ആ ഈശ്വരീയ ശക്തിയെ ചളിവാരി എറിയുമ്പോൾ അവർക്ക് പാപം എന്നൊന്നുള്ള ഉണ്ടാവാറില്ലേ? ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിലുള്ള ആളുകളെ മാത്രമോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകളോ ഒരു വിഭാഗത്തിലുള്ള ആളുകളെ മതത്തിന്റെ പേരിൽ ചളിവാരി എറിയുമ്പോൾ അല്ലെങ്കിൽ അവരെ നിന്ദിക്കുമ്പോൾ ഇവിടെ മതസ്പർദ്ധയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇവിടെ നാം ആരാധിക്കുന്ന ഈശ്വരീയ സങ്കല്പത്തിനുണ്ടാകുന്ന ആ ഒരു മാന്യതയും ബഹുമാനവും അതുപോലെ ഭയഭക്തിയും ഒക്കെ എവിടെയാണുള്ളതെന്ന്, അല്ലെങ്കിൽ എവിടെയാണ്, ഏത് തലത്തിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് വളരെ കാലം കൊണ്ടുള്ള ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് നിങ്ങൾ ഉത്തരമായിട്ട് കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാം, ക്രിട്ടിസൈസ് ചെയ്യാം, കമന്റ് ഇടാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് പങ്കുവെക്കാം. കാരണം എല്ലാ ഈശ്വരീയ ശക്തികളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേകിച്ച് ഞാൻ ഭഗവത്ഗീത പോലുള്ള ഗ്രന്ഥം കൃത്യമായി വായിച്ച് പഠിച്ചതിന് ശേഷം അതിന്റെ തത്വങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് മതം എന്ന് പറയുന്ന ഒരു തലമേ ഇല്ല എന്ന് വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണ് ഞാൻ. ഇവിടെ ബഹുദൈവ വിശ്വാസികളും ഏകദൈവ വിശ്വാസികളും തമ്മിലാണ് കൂട്ടയടി ഉണ്ടാകുന്നത്. ഒരു മതത്തിലുള്ളവർ ബഹുദൈവത്തിന് അല്ലെങ്കിൽ ഒന്നിലധികം ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ മറ്റ് മതത്തിലുള്ളവർ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ആ തെറ്റിനെ അവര് നിശിതമായിട്ട് വിമർശിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പം ബഹുദൈവ വിശ്വാസികളായിരിക്കുന്ന ഒരു മതക്കാർ പല രൂപങ്ങളെ ആരാധിക്കുമ്പോൾ ആ രൂപത്തിനപ്പുറത്തേക്ക് കടന്നു ചിന്തിക്കാനുള്ള താത്വികമായ ഒരു ചിന്തയുണ്ടെങ്കിൽ
താത്വികമായ ഒരു ആശയമുണ്ടെങ്കിൽ കൃത്യമായിട്ടും ബഹുദൈവത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവനവന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ആകാരവും അല്ലെങ്കിൽ രൂപത്തിലും ആശയത്തിലുമാണ് വിശ്വാസികൾ പൂജയും അതുപോലെ തന്നെ ഭക്തി പുരസ്സരം എന്ത് ചെയ്യുന്നു ആ രീതിയിലാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് പ്രവാചകന്മാരെ ആകാം, അതിനപ്പുറത്തേക്ക് അതിന്റെ താത്വികമായ ഒരു തത്വം അവരിലുണ്ടാവും, അതിനെയാവാം. പക്ഷെ ഇവിടുത്തെ ചോദ്യം അതല്ല. ഒരു മതത്തിലുള്ളവർ മറ്റുള്ള മതത്തിലുള്ള ഈശ്വരന്മാരെ അല്ലെങ്കിൽ ഈശ്വരീയതയെ വിമർശിക്കുമ്പോൾ ആ മതത്തിലുള്ള ആളുകൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇതെല്ലാം ഒരേ തലത്തിലേക്കാണ് അല്ലെങ്കിൽ ഒരേ ഇടത്തേക്കാണ് എത്തിച്ചേരുന്നതെന്നും ആ എത്തിച്ചേരുന്ന തലം എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണെന്നും ആ ചിന്ത വരാത്തതാണല്ലോ ഇതിനെല്ലാം വിമർശനത്തിന് കാരണം. അല്ലെങ്കിൽ വിമർശനത്തിന് യാതൊരു ഇടവുമില്ലാത്ത ഒരു തലമാണ് മതം എന്ന് പറയും. മതം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ എന്തുകൊണ്ടാണ് മതം ഉണ്ടായത്? ഒരു വിഭാഗക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തലമാണ് അല്ലെങ്കിൽ ഒരു തത്വമാണ് അല്ലെങ്കിൽ ഒരു സംഭവമാണ് ഈ മതം എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ഒന്ന് നമ്മൾ കാണുകയോ കേൾക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കത്തക്ക തലത്തിൽ ഈശ്വര്യതയെ സങ്കല്പിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് മതമെന്ന് പറയുന്നത്. അതെല്ലാ വിഭാഗത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എടുത്തു നോക്കിയാൽ അറിയാം. ഹിന്ദു മതത്തിൽ ഓരോ രൂപങ്ങളെയാണ് ആരാധിക്കുന്നത്. ദേവീ രൂപമുണ്ട്, ദേവത രൂപമുണ്ട്, ദൈവികമായ മറ്റ് അല്ലെങ്കിൽ ശക്തികളെ രാമനെന്നോ കൃഷ്ണനെന്നോ ഒക്കെ വിളിക്കുന്ന ആ രൂപങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. മറ്റു മതങ്ങളിലും അത് തന്നെയാണ് അവരാശ്രയിക്കുന്നത്. ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ രൂപങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകാൻ ഇന്നും മനുഷ്യന് പറ്റുന്നില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ്, പറ്റാത്തത് കൊണ്ടാണ് മനുഷ്യൻ ഈ വിധത്തിൽ വിമർശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് മതത്തെക്കാൾ ഉപരി മനുഷ്യനാണ് വലുത് എന്നുള്ള തലം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്കുരിക്കുന്ന ചൈതന്യ പ്രഭാവമാണ് ഈശ്വരന് എല്ലാ മതസ്ഥരും വിശ്വസിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും അന്യോന്യം ബഹുമാനിക്കാനും അന്യോന്യം സ്നേഹിക്കാനും അവനുള്ളിലെ ചൈതന്യമാണ് ഈശ്വരനെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ വിമർശിക്കാതിരിക്കാനും സാധിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ അഭിപ്രായത്തെ എത്ര പേര് വിലമതിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മതങ്ങളുടെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന പല വ്യക്തികളും ഉണ്ട്, പല ആളുകളും ഉണ്ട്, ഭിന്നിച്ചു നിർത്തി പ്രവർത്തിക്കുന്നവർ. സാധാരണക്കാരനായ മനുഷ്യന് അങ്ങനെ ഭിന്നിപ്പിൽപ്പെട്ട് അവന്റെ ജീവിതം വളരെയധികം താഴ്ന്ന നിലയിലേക്ക് ഇറങ്ങിച്ചെല്ലുക ചെയ്യുന്നു. ഉയർന്ന നിലയിലേക്ക് പോകാൻ ഒരിക്കലും സാധ്യമല്ല. ഓരോ മതത്തിലെയും പ്രവാചകന്മാർ എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവതരിച്ചു വന്ന പ്രവാചകന്മാരെ അല്ല പറയുന്നത്, മറിച്ച് നിലവിൽ സാധാരണക്കാർക്ക് ഈശ്വരീയത പങ്കുവെച്ചു കൊടുക്കുന്ന ഓരോ മതത്തിലെയും ശ്രേഷ്ഠരായ വ്യക്തികൾ എന്ന് പറയാം. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് മതം അല്ല, അതിനപ്പുറത്തേക്ക് ഈശ്വര സങ്കല്പമാണ് വലുതെന്നും അത് മനുഷ്യന് മാത്രമേ സാധിക്കൂ എന്നും വിലയിരുത്തി കഴിഞ്ഞാൽ എവിടെയായിരിക്കും മതത്തിന് പ്രസക്തി എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മതം എന്നൊന്നില്ല. മതം എന്ന് പറയുന്നത് മാർഗം മാത്രമാണെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മതത്തിനപ്പുറത്തേക്ക് മാർഗത്തിൽ കൂടി എത്തിച്ചേരേണ്ടത് എവിടെയാണോ ആ തലത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതിന് വേണ്ടി ഒരു മാർഗദർശിയായിട്ട് മതം നിൽക്കുമ്പോൾ
ആ മതത്തെ മാർഗമായി കാണാതെ അതാണ് യഥാർത്ഥ തലം എന്ന് ചിന്തിച്ച് വശായിക്കൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ മുന്നേറുമ്പോൾ വൈരാഗ്യവും അതുപോലെ തന്നെ വിമർശനവും കുത്തിക്കൊലയും മതത്തിന്റെ പേരിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ മതം എന്താണെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണോ അത് വിലയിരുത്തൽ നടത്തി അഭിപ്രായമേ എഴുതാം, നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടാം. സത്യത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ പഠിച്ചു വെച്ച പല കാര്യങ്ങളും ആ പഠിച്ചതിന്റെ കൂടെ തന്നെ പലരിൽ നിന്നും പല ശ്രേഷ്ഠ വ്യക്തികളിൽ നിന്നും കിട്ടിയ അനുഭവങ്ങളും ആധാരമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ജീവിതത്തിൽ മനുഷ്യന് മുന്നേറാൻ മതത്തിനപ്പുറത്തേക്ക് കടന്നു ചെല്ലണം എന്നുള്ളത് ആ സത്യത്തെ ഓരോ വ്യക്തിയും അറിഞ്ഞു കഴിഞ്ഞാൽ മതം ഒരു സ്ഥലത്ത് കിടക്കും. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആന്തരികമായി അറിയാനുമുള്ള ഒരു ശക്തിവിശേഷത്തെ, ഒരു പ്രഭാവത്തെ, ഒരു ചൈതന്യ വലയത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ക്ഷേത്രം എന്ന് പറയുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തത്വം എന്താണെന്ന് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രേഷ്ഠ വ്യക്തികൾ ശ്രമിച്ചാലും അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ, അല്ലെങ്കിൽ അതിൽ താല്പര്യമില്ലാതെ അവിടെ തന്നെ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥ. ഇതുപോലെ തന്നെ മറ്റു മതസ്ഥരിലും അവിടെ നിന്നും ഉയർന്നു പൊങ്ങാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയെന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ ഒന്നും കിട്ടാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മീയതയിലേക്ക് കടക്കാൻ സാധിക്കാതെ അതിന്റെ കവാടത്തിൽ പോയി നിന്നുകൊണ്ട് തിരിഞ്ഞു മടങ്ങിപ്പോകുന്ന അവസ്ഥ. ഭൗതിക കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം മനുഷ്യൻ ഈശ്വരനെ ആശ്രയിക്കുന്നു. അതിന് കൈക്കൂലി എന്നവണ്ണം ദിവസവും നമ്മൾ ക്ഷേത്രസന്നിധിയിൽ എന്തൊക്കെയോ സമർപ്പിക്കുന്നു, വഴിപാടുകൾ നടത്തുന്നു, എന്തൊക്കെയോ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കൈക്കൂലിയാണ് ഈ പറയുന്ന വഴിപാടുകളായാലും ശരി, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലും ഒരു വ്യക്തിക്കും സാക്ഷാത്കാര പദവിയിലേക്ക് എത്താനുള്ള ആഗ്രഹത്തോടു കൂടിയല്ല. തൻ്റെ ജീവിതത്തിൽ ഭൗതിക തലത്തിൽ ഉന്നതി കിട്ടണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോടുകൂടി മാത്രമാണ് മനുഷ്യൻ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്. ഇതിൽ നിന്നും മനസ്സിനെ ചിട്ടപ്പെടുത്തി ഏകാഗ്രതയിലേക്ക് വരാതെ ഒരു കാരണവശാലും ഒരു മനുഷ്യന് ഈശ്വര തലത്തിലേക്ക്, അല്ലെങ്കിൽ സങ്കല്പത്തിൽ കൂടി സങ്കല്പ ഇല്ലായ്മയിലേക്ക് കടക്കാൻ സാധ്യമല്ല. സങ്കല്പം വേണം. ആ സങ്കല്പത്തിന്റെ ഒരു പരിധി വരെ നിൽക്കുന്ന കാര്യമാണ് ക്ഷേത്രങ്ങളും ബാക്കിയുള്ള ദേവാലയങ്ങളെല്ലാം തന്നെ. നമുക്ക് രൂപങ്ങളെ കൂട്ടുപിടിച്ച് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി ചിട്ടപ്പെടുത്തി പോകാനുള്ള ആദ്യത്തെ ഒരു പടി മാത്രമാണ് ഈ പറയുന്ന ദേവാലയങ്ങളും മൂർത്തികളും എല്ലാം തന്നെ. എല്ലാ മതസ്ഥരിലുമുള്ളതാണ്. ഇപ്പൊ മനസ്സാണ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ മനസ്സിനെ ചിന്തകളിൽ നിന്നും മുക്തനാക്കാൻ, അല്ലെങ്കിൽ മുക്തിയാക്കാൻ ഒരു കാരണവശാലും സാധ്യമല്ല. ഓടിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകൾ നിലയ്ക്കാത്ത പ്രവാഹം പോലെ പോയിക്കൊണ്ടിരിക്കുക. ഇതിനെ കുരുക്കിട്ട് നിർത്താൻ ഈ ജന്മത്ത് ഈവൻ യോഗികൾക്ക് പോലും സാധ്യമല്ല. പക്ഷേ ചിന്തകളെ സാക്ഷിയാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വന്നു പോകുന്ന ചിന്തകളെ അത് ചിന്തകളാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ കുരുക്കിൽ അകപ്പെടാതെ പോകുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സിന്റെ തലത്തിനെ ചിട്ടപ്പെടുത്തി ഏകാഗ്രതയിലേക്ക് കടക്കാൻ സാധിക്കും. മനസ്സ് ആഞ്ഞടിക്കുന്ന തിരമാല പോലെ എപ്പോഴും പ്രക്ഷുബ്ധമാണ്. നമ്മുടെ ശരീരം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ശരീരം കൊണ്ടോ, അതായത് അംഗങ്ങളുടെ
അസുഖ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടോ കുടുംബത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും അതിൻ്റെ കൂടെ തന്നെ സമൂഹത്തിൽ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത ക്ഷുദ്രജീവികൾ ധാരാളമുള്ള അവസ്ഥയിൽ അവിടെ നിന്ന് കിട്ടുന്ന ദുഃഖകരങ്ങളായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഇതിനെയെല്ലാം മരണം വരെ നമുക്ക് തരണം ചെയ്യാൻ സാധ്യമാകാത്ത വിധം ചിന്തകൾ നമ്മളെ കൂട്ടിക്കുഴച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇതിൽ നിന്നും മുക്തി നേടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തിക്ക് മനസ്സിന്റെ സംയമനം, മനസ്സിന്റെ ഏകാഗ്രതയിലേക്ക് കടക്കാതെ സാധ്യമല്ല. ഒരു ഈശ്വരീയതയിലെ ഏത് ഈശ്വരീയതയിൽ പോണോ അതിപ്പോൾ യോഗിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാഷായ വസ്ത്രം ധരിക്കുകയോ വെള്ള വസ്ത്രം ധരിച്ച് നോക്കുകയോ ഒന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ വെറും ഷോ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് താൻ ധരിക്കുന്ന വസ്ത്രത്തിലോ കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ല എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ഒരു വ്യക്തി തൻ്റെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ, ചിട്ടപ്പെടുത്താൻ സഹായിക്കും വിധം നമ്മുടെ ഗ്രന്ഥങ്ങൾ എഴുതേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ശ്രേഷ്ഠ വ്യക്തികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങളും. ആ തലത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് ആത്മീയ തലത്തിൽ മുന്നേറാൻ കഴിയും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ശക്തികൾ ഉണരുകയും ചെയ്യും. ആ ശക്തികൾ തന്നെ നിങ്ങളോട് പറയും മതമല്ല സത്യത്തിൽ, അതൊരു മാർഗം മാത്രമാണ്, നിങ്ങൾ എത്തേണ്ട സ്ഥലം വേറെയാണ്, മതത്തിലല്ല നിൽക്കേണ്ടത് എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങും. ചിത്തം ഏകാഗ്രതയിൽ എത്തിക്കഴിയുന്ന മനസ്സിന് ഇത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് നാം ധരിക്കേണ്ടതാണ്. ഇതെല്ലാം നമ്മൾ കണക്കാക്കി വേണം മതത്തെക്കുറിച്ച് ചിന്തിക്കാനും. മതത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ നാം മുന്നേറാനുള്ള ശ്രമം നടത്തേണ്ടത്. മനുഷ്യനായി വന്നിരിക്കുന്നത് ഇതിനുവേണ്ടി മാത്രമാണ്. എന്തിന്? ഭൗതിക തലത്തിൽ നിൽക്കാനല്ല, മറിച്ച് ആത്മീയതയിലേക്ക് ഉയർന്ന് താൻ ആരാണെന്നുള്ള അറിവ് നേടാനാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതെല്ലാം മതങ്ങളുണ്ടോ ആ മതങ്ങളെല്ലാം മാർഗങ്ങൾ മാത്രമാണെന്നും നാം എത്തിച്ചേരേണ്ടത് മതത്തിലല്ലെന്നും അതിനപ്പുറത്തേക്കാണെന്നും ഉള്ള അറിവ് പകർന്നു തരാൻ നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും കഴിയും. അതിലേക്ക് നമ്മൾ സാവധാനം കടന്ന് ചെല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമസ്കാരം.